ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ വലിയ നോമ്പിലെ 42 ദിവസമായ ഇന്ന് നാം പ്രത്യേകമായി ഊശാന പെരുന്നാൾ ആഘോഷിക്കുന്നു. ഒരു വലിയ ഞായറാഴ്ചയുടെ അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 12 അധ്യായം 12 മുതൽ 19 വരെ യോഹന്നാൻ ശ്ലീഹ താൻ അനുഭവിച്ച യേശു ക്രിസ്തുവിൻ്റെ അനുഭവത്തെ നമ്മുടെ മുന്നിൽ വർണ്ണിക്കുകയാണ് സുവിശേഷ ഭാഗത്തിലൂടെ. യെരുശലേമിലേക്കുള്ള ജൈത്രയാത്രയിൽ കുരുത്തോലകൾ എടുത്തുകൊണ്ടുവന്ന് അവനെ എതിരേൽക്കുന്ന ഒരു ജനം. 118 സങ്കീർത്തനത്തിൻ്റെ 25-26 വാക്യങ്ങളും, സഖറിയ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായം 9 വാക്യത്തിലും പ്രവചനങ്ങൾ നിറവേറുന്ന ഒരു വലിയ ഭാഗം. ഈ ലോകത്തിൻ്റെ അധിപതിയായി യേശു ക്രിസ്തു വരുന്നു എന്ന് യേശു ക്രിസ്തു ജനിക്കുന്ന അനുഭവത്തിൽ ആ കാലത്തിൽ മനസ്സിലാക്കിയ ജനത അവർ ഉദ്ദേശിച്ച തരത്തിൽ ലോകത്തിൻ്റെ അധികാരങ്ങളോടുകൂടിയല്ല, വിനയത്തിൻ്റെയും എളിമയുടെയും മാതൃകയിൽ പശുത്തൊട്ടിയിൽ കുഞ്ഞു ജനിക്കുന്നു. അതിനുശേഷം ദൈവകൃപയാൽ പിതാവാം ദൈവത്തിൻ്റെ തൻ്റെ ഏകജാതൻ തൻ്റെ പുതിയ ഇസ്രായേലാകുന്ന സഭയെ, ദൈവജനത്തെ പരിപാലിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും മാനുഷിക ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുമ്പോൾ തൻ്റെ അധികാരം അത് വിനയത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും എളിമയുടെയുമാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക്, യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ഒരു സംഭവം. അവിടെ കുഞ്ഞുങ്ങളും കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിനെ വിശ്വസിക്കുന്ന ജനവും ഹോശന്ന എന്ന് ഉറക്കെ ആർപ്പിടുമ്പോൾ, ഇപ്പോൾ രക്ഷിക്കണമേ എന്ന ആ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ നോമ്പുകാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതുറക്കെ പ്രഖ്യാപിക്കുമ്പോൾ, ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നത് കാലിക പ്രസക്തിയുള്ള ഒരു വാക്കായി മാറുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സമാധാനമില്ലായ്മയുടെയും യുദ്ധക്കെടുതിയുടെയും ഒക്കെ അനുഭവത്തിൽ ദൈവമേ ഞങ്ങളെ രക്ഷിക്കുക എന്ന് കണ്ണുനീരോടുകൂടി ഉറക്കെ ആർത്ത് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് കേട്ട് നമ്മെ രക്ഷിക്കും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്, അചഞ്ചലമായ വിശ്വാസം. അങ്ങനെ ഈ ലോകത്തിൻ്റെ അധികാരി വിനയത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും എളിമയുടെയും ഒക്കെ മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ഈ ലോകത്തിൽ നിന്ദ്യപൂഴിയായി, കൃമികളായി, മൺതരികളായി നമ്മളായിരിക്കുമ്പോൾ നമുക്കും വിനയത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും എളിമയുടെയും ഒക്കെ അനുഭവങ്ങളായി മാറണ്ടേ എന്നുള്ള ചോദ്യം നമ്മോട് തന്നെ നമ്മൾ ചോദിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവിനെ മാതൃകയാക്കുവാൻ സാധ്യമാകും. അങ്ങനെ അവൻ യെരുശലേമിലൂടെ ജൈത്രയാത്ര തുടർന്നത് എങ്കിൽ നമ്മളും ഈ നോമ്പാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹവും കരുതലും ദൈവത്തോടു കൂടെ വസിക്കുന്ന ഉപവാസവും ദാനധർമ്മവും പങ്കിടിയിലുമൊക്കെ നിവർത്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും നമ്മുടെ ഈ ലോകത്തിൻ്റെ വളർച്ചയ്ക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട്, ദേവാലയത്തിൽ കർത്താവ് പ്രവേശിക്കുമ്പോൾ അവിടെ ക്രയവിക്രയം ചെയ്തിരുന്നവരെ അകറ്റുകയാണ്. പ്രാർത്ഥനാലയമായി മാറേണ്ട നമ്മുടെ ദേവാലയങ്ങളിൽ പ്രവർത്തനത്തിൻ്റെ ക്രയവിക്രയങ്ങൾ, ചിന്തയുടെ ക്രയവിക്രയങ്ങൾ എന്നിവയൊക്കെ കർത്താവോടെ മാറ്റിമറിക്കപ്പെടുകയാണ്. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും
ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കണമെന്ന് വിശുദ്ധ കുർബാനയിൽ ചൊല്ലുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുകയാണ്. ലൗകികമായ ഈ ചിന്തകളിൽ നിന്ന് ദൈവികമായി നമ്മൾ ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മശരീര മനസ്സുകളെ സ്വർഗം വിളിക്കുന്ന അനുഭവം അവസാന പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്ന ഹോശന്ന വാക്കിലൂടെ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കണം എന്നുള്ള പ്രാർത്ഥനയിലൂടെ നമ്മെ ആത്മീകമായി വളരുവാനും അതിൽ പ്രശോഭിക്കുവാനും അതിൽ സ്ഥിരപ്പെടുവാനും വിളിക്കുന്ന ഒരു വേദഭാഗമാണ്. ഈ നോമ്പുകാലം അങ്ങനെ ആത്മീകമായി ശോഭിക്കുവാനും ദൈവം നമ്മെ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിൽ ജീവിക്കുവാനും നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.